ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എന്താണ് ഭക്തി? ആരാണ് യഥാർത്ഥ ഭക്തന്? നാമെല്ലാവരും സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഭക്തി. ക്ഷേത്രങ്ങളില് പതിവായി പോകുകയോ നെറ്റിയില് കുറി തൊടുകയോ ആചാരാനുഷ്ഠാനങ്ങളില് പങ്കെടുക്കുകയോ സ്ഥിരമായി പ്രാർത്ഥനകള് നടത്തുകയോ ചെയ്യുന്ന ആരെ കണ്ടാലും ഉടന് മറ്റുള്ളവര് പറയുന്നത് കേൾക്കാം, അവന് അല്ലെങ്കില് അവള് ഒരു ഭക്തന് അല്ലെങ്കില് ഭക്തയാണ് എന്ന്. പക്ഷെ അങ്ങനെ പറയുന്നത് ശരിയാണോ? ഇത്തരം കർമ്മങ്ങള് അനുഷ്ഠിക്കുന്ന എല്ലാവരും ഭക്തര് എന്ന വിശേഷണത്തിന് യോഗ്യരാണോ? ഒരിക്കലുമല്ല. അങ്ങനെ കാണുന്നവരെയെല്ലാം സൂചിപ്പിക്കുവാന് ആ വാക്ക് ഉപയോഗിക്കുന്നത് ഒരു കാരണവശാലും ശരിയല്ല. പുരാണങ്ങളും മറ്റു ഹൈന്ദവ ഗ്രന്ഥങ്ങളും വായിച്ചാല് ഈശ്വരനെ പൂജിക്കുന്നവരെയും പ്രത്യക്ഷപ്പെടുത്തുന്നവരെയും എല്ലാം നമുക്ക് അറിയുവാന് കഴിയും. പക്ഷേ അവരെ എല്ലാവരെയും നാം ഭക്തന് എന്ന് വിശേഷിപ്പിക്കാറില്ല. ഉദാഹരണം: രാവണന്, ഹിരണ്യകശിപു, ത്രിപുരാസുരന്, അന്ധകാസുരന് മുതലായ എല്ലാവരും തന്നെ സ്ഥിരമായി ഈശ്വരപൂജ നിർവഹിച്ചിരുന്നവരും കഠിന തപസ്സിനാല് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി ഒരുപാട് വരങ്ങൾ നേടിയവരുമായിരുന്നു. പക്ഷേ ഇവരെയൊന്നും നാം ഭക്ത രാവണന് എന്നോ ഭക്ത കൈടഭന് എന്നോ മറ്റും വിശേഷിപ്പിക്കാറില്ല. അതേസമയം ഭക്തന് എന്ന പദവി നാം കൊടുക്കുന്ന ചില പുരാണ കഥാപാത്രങ്ങളുമുണ്ട്. ഉദാഹരണം: ഭക്ത ഹനുമാന്, ഭക്ത പ്രഹ്ലാദന്, ഭക്ത കുചേലന് എന്നിങ്ങനെ. ഇനി മുകളില് പറഞ്ഞ രണ്ടു കൂട്ടരും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് പഠിച്ചാല് നമുക്ക് ഭക്തി എന്തെന്ന് മനസ്സിലാക്കുവാന് കഴിയും. വിരക്തി ഉണ്ടാകുമ്പോള് മാത്രമാണ് ഒരാൾക്ക് യഥാർത്ഥ ഭക്തി ഉണ്ടാകുന്നത്. പക്ഷെ എന്താണ് വിരക്തി? ഈ ശരീരം നശ്വരമാണ് എന്നും അതിനാല് ഈ ശരീരവുമായി ബന്ധപ്പെട്ടു കിടക്കുന്ന എല്ലാ ലൗകിക സുഖങ്ങളും വന്നും പോയും ഇരിക്കുന്നവയാണ് എന്നും മനസ്സിലാക്കുമ്പോള് ശരീരത്തിനാല് മാത്രം ലഭിക്കുന്ന സുഖം തേടി ജീവിക്കുന്ന നമ്മുടെ ജീവിതത്തിന് എന്ത് അർത്ഥമാണ് ഉള്ളത്? അതിനാല് സുഖം തേടുന്നു എങ്കില് നിത്യമായ ഒരു വസ്തുവില് ആയിരിക്കണം. അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തില് നമുക്ക് എന്നെന്നും ആശ്രയിക്കുവാന് പാകത്തില് ഒരു മാറ്റവും കൂടാതെ എന്നും ഒരുപോലെ നിലനിൽക്കുന്ന ആ തത്വം ഏതാണ്? ഇവിടെയാണ് ഒരാളുടെ സത്യാന്വേഷണം ആരംഭിക്കുന്നത്. ഈ അന്വേഷണത്തിലൂടെ മുന്നോട്ടു പോകുന്ന ഒരാൾക്ക് തീർച്ചയായും ലക്ഷ്യപ്രാപ്തി ഉണ്ട് എന്ന് അതിനെ സാക്ഷാത്കരിച്ച നമ്മുടെ ഗുരുവര്യന്മാര് നമ്മോട് തെളിവുകള് നിരത്തി പറഞ്ഞു തരുന്നു. ആ തത്വത്തെ തന്നെയാണ് നാം ഈശ്വരന് എന്നും പരമാത്മാവ് എന്നും ആനന്ദ അവബോധം എന്നും മറ്റും പറയുന്നത്. ഹരിനാമ കീർത്തനത്തില് ഗുരുവര്യന് എഴുത്തച്ഛന് പറയുന്നു: അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിന്നു കണ്ണ് മനമാകുന്ന കണ്ണതിന് കണ്ണായിടുന്ന പൊരുള് താനെന്നുറക്കുമളവാനന്ദമെന്തു ഹരി നാരായണായ നമ. ഇത്രയും മനസ്സിലാക്കിക്കഴിഞ്ഞ ഒരു വ്യക്തിയെ ജീവിതത്തിലെ ഒരു പ്രാരാബ്ധങ്ങളും ഒരിക്കലും ബാധിക്കുകയില്ല. കാരണം ഈ പ്രപഞ്ചത്തിലെ നിയമം അനുസരിച്ച് തന്റെ ഇന്ദ്രിയങ്ങളും മനസ്സും പ്രവർത്തിക്കുന്നു എന്നും എല്ലാറ്റിനും സാക്ഷിയായ ആ പരമാത്മാവിനെ സാക്ഷാത്കരിക്കുകയാണ് തന്റെ പരമമായ ലക്ഷ്യം എന്നും ഒപ്പം ക്ഷണികവും സ്വപ്നസദൃശവുമായ ഈ ജീവിതം ഈശ്വരാർപ്പണമായി ജീവിച്ചു തീർക്കണം എന്നും അവന് മനസ്സിലാക്കുന്നു. അങ്ങനെ മനസ്സിലാക്കി ജീവിക്കുന്ന ഒരാളാണ് യഥാർത്ഥ ഭക്തന്. ഈശ്വരനോട് ആവശ്യപ്പെടുവാൻ അവന് ഒന്നും തന്നെ ഉണ്ടായിരിക്കുകയില്ല. അവൻ ആവശ്യപ്പെട്ടാലും ഇല്ലെങ്കിലും അവന്റെ എല്ലാ ആവശ്യവും ഭഗവാന് തന്റെ സ്വന്തം ആവശ്യമായി കണ്ട് സാധിച്ചു കൊടുക്കുന്നു എന്നത് നമുക്ക് ഭക്തന്മാരുടെ പുരാണ കഥകള് വായിച്ചാല് മനസ്സിലാവുന്നതാണ്. ഈശ്വരാർപ്പണമായി കർമ്മം ചെയ്യുന്നതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഭക്ത ഹനുമാന്. അദ്ദേഹത്തെപ്പോലെ കർമ്മം അനുഷ്ഠിക്കുവാന് ആർക്കെങ്കിലും സാധിക്കുമോ? എന്തെങ്കിലും ഒരു ഫലം ആഗ്രഹിച്ചുകൊണ്ടാണോ ഹനുമാന് നമുക്ക് ചിന്തിക്കുവാന് പോലും അസാധ്യമായ കർമ്മങ്ങള് അനുഷ്ഠിച്ചത്? അതുപോലെ തന്നെ പ്രഹ്ലാദന് സ്വന്തം പിതാവ് തന്നെ ഇല്ലാതാക്കുവാന് ചെയ്യുന്ന ദുഷ്കർമ്മങ്ങള് എന്തെന്ന് പോലും അറിയാതെ ഭഗവാനില് സർവവും അർപ്പിച്ച് എല്ലാം ഭഗവാന്റെ ലീലകള് ആയി കണ്ടുകൊണ്ട് എല്ലാ ആപത്തുകളെയും നേരിടുന്നു. ഒരു തലനാരിഴയ്ക്ക് പോലും പോറല് പറ്റാതെ ഭഗവാന് തന്റെ ഭക്തനെ എല്ലാ ആപത്തുകളില് നിന്നും മോചിപ്പിക്കുന്നു. കുചേലനും ഇങ്ങനെ തന്നെ ഭാര്യയുടെ നിർബന്ധത്തിനു വഴങ്ങി സ്വകർമ്മ ഫലമായി ലഭിച്ച ദാരിദ്ര്യം സഹിക്കവയ്യാതെ ഭഗവാനെ കാണുവാന് പുറപ്പെടുന്നു. അവിടെ ഭഗവത് ഭക്തിയിലെ എല്ലാം മറന്നു ഭഗവാന്റെ സ്നേഹോപചാരങ്ങൾ ഏറ്റുവാങ്ങി പോയ കാര്യം മറന്നു തിരിച്ചു പോരുന്നു. പക്ഷെ അർഹിച്ചതിനേക്കാള് കൂടുതല് നൽകി ഭഗവാന് തന്റെ ഭക്തനെ അനുഗ്രഹിക്കുന്നു. എന്തെങ്കിലും ചോദിച്ചിട്ടാണോ ഭഗവാൻ ഇവരെ അനുഗ്രഹിച്ചത്? ഒരിക്കലുമല്ല.
ഈശ്വരാർപ്പണമായി കർമ്മങ്ങള് ചെയ്യുന്നവന് ലോകത്തില് മറ്റുള്ളവര് അതിശയിക്കുന്ന രീതിയില് കർമ്മം ചെയ്യുവാനുള്ള ശക്തി നൽകി ഭഗവാന് എന്നും തന്റെ ഭക്തന്മാരെ കാത്തു രക്ഷിക്കുന്നു. ഭക്തി എന്താണെന്ന് മനസ്സിലായി എങ്കില് സ്വയം ഭക്തന് എന്ന ഒരു പദത്തിന് നാം യോഗ്യരാണോ എന്ന് സ്വയം ചിന്തിക്കുക. സ്വന്തം കാര്യസാധ്യത്തിനു വേണ്ടി ഈശ്വരനെ വിളിക്കുന്നവന് ഭക്തനല്ല, മറിച്ച് ആസക്തനാണെന്നറിയുക. ഇന്ന് ക്ഷേത്രങ്ങളില് കാണുന്നവരില് അധികവും ഇങ്ങനെ ആസക്തി എന്ന രോഗം ബാധിച്ചവര് ആണ് എന്നതാണ് സത്യം. അതിനാല് ക്ഷണികമായ ഫലങ്ങള് മാത്രം നൽകുന്ന ആസക്തിയെ വിട്ടു എല്ലാ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്ന ഭക്തിയെ സ്വീകരിക്കുക. ഇത് കൂടാതെ ചിലര് പ്രയോഗിക്കുന്ന ഒരു വാക്കാണ് വിശ്വാസം അഥവാ വിശ്വാസി. അതുമായി സനാതനധർമ്മത്തിന് ഒരു ബന്ധവുമില്ല. സ്വന്തമായി ഒരു അറിവും ബുദ്ധിയുമില്ലാത്ത മനുഷ്യരുടെ സങ്കല്പിക അഭയകേന്ദ്രം മാത്രമാണ് വിശ്വാസം. ഒരു വിശ്വസി ഒരിക്കലും സത്യത്തില് എത്തിച്ചേരുന്നതല്ല. കാരണം വിശ്വാസമെല്ലാം അന്ധവിശ്വാസം തന്നെയാണ്. അത് സമ്പൂർണ്ണ നാശത്തിലേക്കുള്ള പാതയാണ്. ഒരു സംശയവും വേണ്ട. 18 പുരാണങ്ങളിലും 4 വേദങ്ങളിലും ഇതിഹാസങ്ങളിലും ഭഗവത് ഗീതയിലും വിശ്വാസം എന്നോ വിശ്വസിക്കണം എന്നോ ഒരു വാക്ക് പോലും കാണിച്ചു തരുവാൻ ആർക്കും ഒരിക്കലും സാധ്യമല്ല. വെറുമൊരു വിശ്വാസിയായി സർവനാശം വരുത്തി വെക്കാതെ സനാതനധർമ്മം അനുശാസിക്കുന്നു. ഭക്തിയോഗം, കർമ്മയോഗം, ജ്ഞാനയോഗം, രാജയോഗം മുതലായ മാർഗങ്ങളില് ഏതെങ്കിലും ഒന്ന് പിന്തുടരുന്നതാണ് ഏവർക്കും നല്ലത്. ശ്രീമദ് ഭഗവത് ഗീതയിൽ ഇവയെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. അവ വായിച്ചു പഠിക്കാന് ശ്രമിക്കുക. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.